ഹലോ, നമുക്കിന്നൊരു ബോൺലെസ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള റൈസ് ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ സ്പൈസസും സവാളയും ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 7 ഗ്രാമ്പൂ, 5 ഏലക്കായ, ജാതിപത്രി, 2 കറുവപ്പട്ടയുടെ പീസ്, പിന്നെ ഒരു ബേ ലീഫ്. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 4 കപ്പ് ബസ്മതി റൈസ് 20 മിനിറ്റ് കുതിർത്തതിന് ശേഷം വാരി വെച്ച് ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്തെടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായി തിളച്ച വെള്ളം ചേർക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് 6 ഗ്ലാസ് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് തുറന്ന് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ ഇളക്കി അടച്ച് വെച്ച് വെള്ളം വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ വെള്ളം എല്ലാം വറ്റി ഇവിടെ ചോറ് ഒട്ടി പിടിക്കാതെ തന്നെ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം വറുത്തെടുക്കാം. ഞാനിവിടെ 2-3 ബാച്ചായിട്ട് എല്ലാ ചിക്കനും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവോള ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. സവോള കുറച്ചൊന്ന് വെന്ത് പാകമായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 3 പച്ചമുളകും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത് മാത്രമേ നമ്മൾ പൊടികളായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നല്ല ചൂടുള്ള വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്ത് ചെറിയ ഗ്രേവി രൂപത്തിലാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ബിരിയാണിയിലേക്കുള്ള മസാല നമുക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ചോറും മസാലയും എല്ലാം കൂടെ നമുക്കൊന്ന് ആവിയേറ്റെടുക്കാം. അതിനായിട്ട് ആദ്യത്തെ ലെയർ ചോറിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചിക്കനും മസാലയും ഇടാം. അതുപോലെ തന്നെ നെയ്യിൽ വറുത്തെടുത്ത സവോളയും കശുവണ്ടിയും മുന്തിരിയും നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ചോറും മസാലയും നമ്മൾ ലെയർ ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടെ ഏറ്റവും അവസാനം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ലിഡ് വെച്ച് അടച്ച് ഒട്ടും ആവി പോവാതെ നമുക്കൊരു 10 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.